മുതിർന്ന BJPയുടെ നേതാക്കന്മാരായ ഹരിച്ചേട്ടന്, അശോകൻ, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി അജി മലയിലെ മറ്റ് പ്രിയങ്കരായ സുഹൃത്തുക്കളെ, ശ്രീ പത്മനാഭന്റെ മണ്ണിൽ ഭാരതത്തിൽ ശ്രീ പത്മനാഭ സേവാ സമിതി നടത്തിയ ഭാരതമാതാ അനുസ്മരണവും അടിയന്തരാവസ്ഥ അനുസ്മരണത്തിനെയും തടയാൻ ഈ കേരളത്തിലെ എന്നല്ല ഈ ലോകത്തിലെ തന്നെ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും വളർന്നിട്ടില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. അത് ഗവർണർ പങ്കെടുത്തുകൊണ്ടൊന്നുമല്ല. ഞങ്ങൾ ഗവർണറെ സപ്പോർട്ട് ചെയ്യാൻ, ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട, ഗവർണറെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഗവർണർക്ക് ഞങ്ങളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഭാരതമാതാവിനെ അനന്തപുരിയുടെ മണ്ണിൽ വെച്ച് ശ്രീ പത്മനാഭ സേവാ സമിതി പത്മനാഭന്റെ മണ്ണിൽ വെച്ച് ആദരിക്കുമ്പോൾ അതിന് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എത്തിയിട്ട് ഒരു ആവശ്യമില്ല, ഒരു കോൺഗ്രസ്സുകാരൻ്റെ എത്തിയിട്ട് ഒരു ആവശ്യമില്ല. അത് നടത്തും, ഇനിയും നടത്തും, വേണ്ടി വന്നാൽ സെക്രട്ടേറിയറ്റിലും നടത്തും, ക്ലിഫ് ഹൗസിലും നടത്തും. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഇത്രയും കാര്യം മാത്രമേ പറയാനുള്ളൂ. ഭാരതമാതാ വിഷയത്തിൽ യാതൊരുവിധ കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല. ഇത് ഭാരതമാതാവാണ്. ഭാരതമാതാവിനെ അംഗീകരിച്ചേ മതിയാകൂ. അത് എല്ലാ പൗരന്മാരുടെയും കടമയാണ്. പിന്നെ കേവലം ഒരു വാക്കുകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സർവകലാശാല രജിസ്ട്രാറാണല്ലോ നമ്മുടെ ഗവർണറെ വിളിച്ച് പറഞ്ഞത് പരിപാടി മാറ്റിവെക്കാൻ. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ബുദ്ധിയാണല്ലോ. കേവലം ഒരു സർവകലാശാല രജിസ്ട്രാർ എന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടി മാറ്റാം, ഗവർണർ മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സർവകലാശാല രജിസ്ട്രാർ ആയാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമാണ് പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമാണ് കേരളം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കാം, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് കേരളം. ഭാരതം മുഴുവൻ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ആ സർക്കാരിൻ്റെ കീഴിൽ ഒരു പരിപാടി ഭാരതത്തിലെ അനന്തപുരിയിൽ വെച്ച് നടക്കുമ്പോൾ കേവലം ഒരു സർവകലാശാല രജിസ്ട്രാർ വിചാരിച്ചാൽ അത് മാറ്റാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ തമാശയായിട്ട് പോലും എടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത ഭാരതീയ ജനതാ പാർട്ടിക്കും അതിൻ്റെ സംഘാടകർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം.